ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയ ന്യൂസും അതുപോലെ തന്നെ അവിടെ പോയി പ്രസംഗം എല്ലാം സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അത് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള ബാക്ക് ഫയർ ആയിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് ഇന്ത്യയെല്ലാം തന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെ പപ്പു എന്ന് വിളിക്കുന്നതിനുള്ള യഥാർത്ഥ മീനിങ് ഇപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാർക്കെതിരെയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്കെതിരെയും അതുപോലെ തന്നെ ചൈനയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് കുറെ വിമർശനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള സിഖും മറ്റു മതത്തിലുള്ള ആൾക്കാർക്കും തമ്മിൽ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളെല്ലാം അമേരിക്കയിൽ പോയി സംസാരിച്ച് ഇത് ഇന്ത്യക്ക് തന്നെ വലിയ നാണക്കേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്വിറ്ററിലും അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെയധികം ട്രെൻഡിങ് ആയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യൻസിനെതിരെയും ഇന്ത്യൻ ആർമിക്കെതിരെയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സംസാരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇപ്പൊ വീഡിയോയിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോയിട്ട് എടുക്കുന്നതിന് മറ്റു ഒരേ ഒരു കാര്യം മാത്രം, അതായത് ഇതിനെല്ലാം തെളിവ് ചോദിച്ചു വരുന്നോ അല്ലെന്ന് അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിനെല്ലാം തെളിവ് കിട്ടുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് തെളിവ് കിട്ടാത്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയി വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിന്റെ എല്ലാം ഡീറ്റെയിൽ തെളിവുകൾ. ഇപ്പൊ വീഡിയോയിട്ട് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഇത് വലിയൊരു ടോപ്പിക് അല്ല, അതായത് ഇവരെല്ലാം തന്നെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കാൻ രാഹുൽ ഗാന്ധി ഒരുക്കി കൊടുത്ത ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക് അല്ല. അതെന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെയുള്ള ഒരു മീഡിയ റിപ്പോർട്ടർ രാഹുൽ ഗാന്ധിക്ക് എതിരെ ചോദിച്ചു, അതായത് നിങ്ങളുടെ അലയൻസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു അലയൻസിൽ ഏകദേശം കുറേയധികം പാർട്ടികളുണ്ട്. അപ്പോൾ ശിവസേന ഉണ്ട്, അതുപോലെ തന്നെ DMK ഉണ്ട്, ഇങ്ങനെ പല പാർട്ടികളും ചേർന്നതാണ് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു അലയൻസ്. അപ്പോൾ ശിവസേന എന്ന് പറയുന്നത് അത് ഹിന്ദുക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. പക്ഷേ DMK തുടങ്ങിയ പാർട്ടികളുടെ തന്നെ നിരീശ്വരവാദി അങ്ങനെയുള്ള ടൈപ്പിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇപ്പോൾ ഭരണത്തിലോട്ട് വന്നു കഴിഞ്ഞാലും അത് ഒരു കോഅലിഷൻ ഗവൺമെന്റ് വരുമ്പോൾ അത് വലിയൊരു പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ അതായത് ഇന്ത്യ അലയൻസ് അല്ല, ഇന്ത്യ അലയൻസ് എന്നാണ്. അപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ടർ തിരിച്ചു ചോദിച്ചു, അതായത് ഇന്ത്യ അലയൻസ് എന്നുള്ളത് ആ ലാസ്റ്റുള്ള എന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി അലയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് രണ്ട് അലയൻസ് എന്തിനാണ്, അതായത് ഒന്നെങ്കിൽ ഇന്ത്യ എന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയരുത്, ഇന്ത്യ അലയൻസ് എന്ന് പറയണം എന്ന് പറഞ്ഞ് അത് വലിയ രീതിയിലുള്ള ട്രോളും കാര്യങ്ങളെല്ലാം തന്നെ BJP IT സെല്ലിനെല്ലാം തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി പ്രധാന ടോപ്പിക്കിലോട്ട് കിടക്കാം, അതായത് ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ ആർമിക്കെതിരെയൊക്കെ എങ്ങനെയാണ് സംസാരിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞു, അതായത് വേൾഡ് ചേഞ്ച് ആയി, അതായത് വേൾഡ് ചേഞ്ച് ആയി, അത് 100% ശരിയാണ്. ചൈന സൂപ്പർ പവർ ആയി എന്ന് പറഞ്ഞു. അതെ, സൂപ്പർ പവർ ആയി. ഇന്ന് അമേരിക്കേന്റെ അടുത്തുള്ളത് ചൈന തന്നെയാണ്. ഒരു പക്ഷേ അമേരിക്കനെക്കാട്ടിലും അതായത് പല കാര്യത്തിലും അഡ്വാൻസ്ഡ് ആയി പോയിക്കുന്നതും ചൈനയാണ്. അതുകൊണ്ട് ചൈനയും സൂപ്പർ പവർ ആയി. അതുപോലെ തന്നെ പല പൊളിറ്റിക്കൽ ചേഞ്ചസും വേൾഡ് ലെവലിൽ വന്നു എന്ന് പറഞ്ഞു. അതും സത്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ടൈം ആയിട്ട് നമ്മുടെ തീരുമാനങ്ങളെല്ലാം തന്നെ പലതും മാറ്റേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞു. അതും അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം തന്നെ അതായത് ഇത്രയും പോയിന്റിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ വ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധി അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യ എപ്പോഴും പീസ്ഫുൾ ആയി നടക്കണം, ഹ്യൂമാനിറ്റി കൊണ്ടുവരണം, അതുപോലെ തന്നെ ഹാർമണി കൊണ്ടുവരണം, നൈബേഴ്സുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കണം, അതുപോലെ തന്നെ അതായത് എല്ലാ കാര്യത്തിലും ടോളറൻസ് ഒക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പലരും പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഇങ്ങനെ ചൈനയുടെ കാര്യം പറഞ്ഞിട്ട് അടുത്ത ഇതിലോട്ട് പോകുമ്പോൾ തന്നെ അതായത് നമ്മൾ ചൈനയെ പോയി അറ്റാക്ക് ചെയ്ത പോലെയല്ലേ രാഹുൽ ഗാന്ധി അവിടെ മീൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ചൈനയെ പോയി അറ്റാക്ക് ചെയ്തിട്ടില്ല. ചൈനയാണ് വാണ്ടിങ് ആയി വന്ന് ഗൽവാനിൽ നമുക്കെതിരെ അറ്റാക്കുകൾ നടത്തിയതും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് നൈബേഴ്സ് തമ്മിൽ കോർഡിനേഷൻ വേണമെന്ന്. അപ്പോൾ അങ്ങനെ കോർഡിനേഷൻ ഉള്ളതുകൊണ്ടാണ് അതായത് അന്ന് വലിയൊരു യുദ്ധം ആകേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ എസ്കേപ്പ് ആയി ഇന്ന് ഏകദേശം 30ാമത്തെ തവണയാണ് ഈ സമാധാനപരമായിട്ടുള്ള ചർച്ചയെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് നമ്മൾ പീസ്ഫുൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹാർമണി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർഡിനേഷൻ ഒന്നും ഇല്ലെങ്കിൽ അന്നേ നമ്മൾ യുദ്ധത്തിന് പോകേണ്ടതല്ലേ. ഇത് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് പറയുന്നത്, അതായത് ചൈന എന്ത് ചെയ്താലും അത് പീസ്ഫുൾ ആയി നിൽക്കണം എന്ന് ചോദിച്ചുകൊണ്ട് പലരും ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നുമല്ല ഹൈലൈറ്റ് ആയി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ചൈന ഏകദേശം ഇന്ത്യയുടെ 4000 സ്ക്വയർ കിലോമീറ്റർ ഒക്യുപ്പൈ ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യയുടെ 4000 സ്ക്വയർ കിലോമീറ്റർ ഇൻവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതായത് ചൈനയുടെ കൺട്രോളിലാണ് 4000 സ്ക്വയർ ഫീറ്റ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം പറഞ്ഞു. ഇത് അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ തന്നെയാണ്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്താൽ മതി, അത് അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് എല്ലാവരും പറയുന്നത്, അതായത് ഇന്ത്യൻ ആർമിക്ക് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചൈനയുടെയും ഇന്ത്യയുടെയും മാപ്പ് എടുത്തു നോക്കുക. അതിൽ നിന്ന് നിങ്ങൾ 4000 കിലോമീറ്റർ, അതായത് ഈ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് 4000 സ്ക്വയർ കിലോമീറ്റർ അതായത് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ തന്നെ അതായത് 4000 കിലോമീറ്റർ അളന്ന് ഗൂഗിൾ മാപ്പിലോ അങ്ങനെ എന്തിലേലും പോയി ഒന്ന് അനാലിസിസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു റൗണ്ട് ഇട്ട് നോക്ക്. 4000 സ്ക്വയർ കിലോമീറ്റർ ചൈന ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടം വരെ എത്തുന്നത്? അതായത് ഇന്ത്യയുടെ മേജർ സിറ്റി, അതായത് ലഡാക്കിലുള്ള മേജർ സിറ്റീസ് അടക്കം ചൈനയുടെ കൺട്രോളിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇൻഡയറക്റ്റ് ആയി പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് പലരും പറയുന്നത്, അതായത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ എല്ലാം ഒഫീഷ്യൽ സൈറ്റിൽ എടുത്താൽ മതി, അതായത് രാഹുൽ ഗാന്ധി ചൈനയുടെ കൺട്രോളിലാണ് എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്നും ഇന്ത്യൻ ആർമി തന്നെയാണ് അവിടെ നോക്കുന്നതും. അതുപോലെ തന്നെ വിമാനം ഇറങ്ങുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ഹാൻഡിലെല്ലാം കിട്ടുന്നതാണ്. അത് മാത്രമല്ല ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഈ 4000 സ്ക്വയർ കിലോമീറ്റർ ചൈന ഒക്യുപ്പൈ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിന്റെ മുമ്പുള്ള പോലെയല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു അഡ്വാൻസ് പവർ ഉണ്ട്, ഒരു ക്യാബിനറ്റ് പവറുള്ള ഒരു വ്യക്തിയും കൂടിയാണ് രാഹുൽ ഗാന്ധി. അത് മാത്രമല്ല ജനങ്ങൾ കൂടുതലും വിശ്വസിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിനെ. അപ്പോൾ അങ്ങനെയുള്ള ലീഡർ എന്താണ്, ഒരു സെൻസിബിൾ ആയ ലീഡർ ആണെങ്കിൽ ഇങ്ങനെ അമേരിക്കയിൽ പോയി ഇങ്ങനെയാണോ പറയേണ്ടത്? അതായത് ഇന്ത്യയിൽ ഇത്രമാത്രം പവറുള്ള ഒരു വ്യക്തി 4000 സ്ക്വയർ കിലോമീറ്റർ യഥാർത്ഥത്തിൽ ചൈന പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. അതിനെന്താ ചെയ്യാ, അതായത് ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിനെയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് അതായത് കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ അലയൻസിലുള്ള എല്ലാ പാർട്ടിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതായത് ഇപ്പോൾ ഇവര് പറഞ്ഞ 4000 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചുപറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് 2014 വിട്ടിട്ട് പോകുന്ന അതേ ബോർഡർ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു നടപടിയൊന്നും ഇതുവരെയും രാഹുൽ ഗാന്ധി എടുത്തിട്ടില്ല. വെറുതെ ഇങ്ങനെ വായ കൊണ്ട് പറയുന്നുണ്ടെന്നല്ലാതെ അവിടെ പോയി ഇതുവരെ അതായത് ഈ 4000 സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഒരു വട്ടം പോയി നേരിട്ട് പോയി വിസിറ്റ് ചെയ്തിട്ടില്ല. അതായത് രാഹുൽ ഗാന്ധിക്ക് അതായത് ആർമി ചീഫിന്റെ അടുത്ത് സംസാരിക്കാം, അവരുടെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. അതും പറ്റിയില്ലെങ്കിൽ നേരിട്ട് പോയി അവിടെ വിസിറ്റ് ചെയ്യാം. അങ്ങനെയും പറ്റിയിരിക്കും, അതായത് നേരിട്ട് പോയി വിസിറ്റ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റ് അനുവദിച്ചില്ല, മോഡി ഗവൺമെന്റ് അനുവദിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുണ്ട്, കോടതിയിൽ കേസ് കൊടുക്കാം. അതായത് ഇങ്ങനെ എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്, അപ്പോൾ ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഇല്ലേ, അതിൽ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് രാഹുൽ ഗാന്ധി പോയിട്ട് അവിടെ വിസിറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് പുറം ലോകത്തിന് അറിയാം. അപ്പോൾ എന്താണ്, അതായത് യഥാർത്ഥത്തിൽ മോഡി ഗവൺമെന്റ് എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തരി ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് കൂടുതലും അറിയാനും പറ്റും, അങ്ങനെ സത്യങ്ങൾ പുറത്തോട്ടും വരും. ഇത് ഇവിടെ പോയി വെരിഫൈ ചെയ്യുന്നില്ല. മോഡി ഗവൺമെന്റ് പറയുന്നു അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതായത് പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നോ അതേ ബോർഡറിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ആള് ഒരു സെൻസിബിൾ ലീഡർ അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന ഒരു നല്ല ലീഡർ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതായിരുന്നു ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇന്ത്യൻ ആർമീനെ ഇൻഡയറക്റ്റ് ആയി ഇൻസൾട്ട് ചെയ്താണ്, അതായത് കഴിവില്ലാണ്ട് തിരിച്ച് പിന്നോട്ട് പോന്നു, അതായത് ചൈന ആർമീന്റെ അടുത്ത് തോറ്റ് പിന്നോട്ട് മടങ്ങി എന്നുള്ളതല്ല രാഹുൽ ഗാന്ധി അവിടെ ഡയറക്റ്റ് ആയി പറയുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. അതുപോലെ തന്നെ പലരും പറയുന്നത് അതായത് കോൺഗ്രസിന് ഇത്രമാത്രം അതായത് വലിയ പ്രശ്നം ഈ ബൗണ്ടറീസിലുണ്ടെങ്കിൽ 1962 അക്ഷയ് ചിഹ്ന എന്ന് പറയുന്നത്, അതായത് അന്ന് നെഹ്റു ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അന്ന് ഇന്ത്യയുടെ ഒരു അക്ഷയ് ചിഹ്ന എന്ന് പറയുന്ന ആ ഒരു ഭാഗം മൊത്തം ചൈന ഒക്യുപ്പൈ ചെയ്തു. അന്ന് നെഹ്റു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് അവിടെ ഒരു പുല്ല് പോലും മുളക്കില്ല, ആ ഭൂമി നമുക്കെന്തിനാ, അത് അവരെ എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2008 നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ അതായത് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അത് പിടിച്ചെടുത്തത്. അവിടെ നിന്ന് തന്നെ ആർമീനെ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം 2008 ഇതേ കോൺഗ്രസ് തന്നെ എടുക്കാനിരുന്ന, പക്ഷെ അന്ന് ഇന്ത്യൻ ആർമിയിലുള്ള ചീഫ് എല്ലാം തന്നെ അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് ആ ഒരു തീരുമാനം അവർ കൈവിട്ടത്. അതുപോലെ തന്നെ 2008 മറ്റൊരു സംഭവം സംഭവിച്ചു, അതായത് ഒളിമ്പിക്സ് ഉണ്ടായിരുന്ന സമയത്ത് അതായത് ഇതേ കോൺഗ്രസ് എല്ലാം തന്നെ ചൈനയിൽ പോവുകയും അവിടെ ഒരു ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് അവർ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ട്രേഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ചൈനയെ എതിർക്കാൻ പറയുന്നവരെ അതിനെ കുറിച്ചൊന്നും തന്നെ ഇവിടെ കൃത്യമായി പറയുന്നില്ല. എന്തുകൊണ്ടാണ്, അതായത് 2006 ആ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ വീണ്ടും അത് ഒക്യുപ്പൈ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് അതും നഷ്ടപ്പെട്ടേനെ എന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല ഇതേ കോൺഗ്രസ് നേതാക്കൾ അതായത് AK ആന്റണി തന്നെയാണ് പറഞ്ഞത്, അതായത് ഇന്ത്യയിലെ അതായത് അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ചൈന വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതെന്ന് ഇത് AK ആന്റണി തന്നെ പറഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ അതായത് ഇവിടെ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ അതായത് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതായത് പണം മരത്തിൽ കായ്ക്കില്ല, അതായത് പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് അത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ല എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാതെ ആ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി മറിച്ച് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അതായത് സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാതെ ഇങ്ങനെ വെറും ഓൺ പേപ്പറിൽ പറയുന്നത് ശരിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണെങ്കിൽ സിഖുകാർക്കെതിരെ പറഞ്ഞത്, ഇത് സിഖുകാർ തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ സോണിയാഗാന്ധിന്റെ വീടിന്റെ ഫ്രണ്ടിലെല്ലാം തന്നെ വലിയ രീതിയിൽ മാർച്ചെല്ലാം ഉണ്ടായിരുന്നു, അതായത് മലയാളം മീഡിയസിലെല്ലാം തന്നെ വന്നോന്നറിയില്ല, പക്ഷെ ദേശീയ മീഡിയ നിങ്ങൾ എടുത്തു നോക്കി അറിയാം. അതായത് അതിലെല്ലാം തന്നെ സിഖുകാരെതിരെ സോണിയാഗാന്ധിന്റെ വീടിനെതിരെ തന്നെ വലിയ രീതിയിൽ മാർച്ചെല്ലാം ഉണ്ടായിരുന്നു. എന്താ കാര്യം സംഭവിച്ചെന്ന് വെച്ചാൽ അത് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ദ ഫൈറ്റ് ഈസ് അബൌട്ട് വെദർ ദ സിഖ് പീപ്പിൾ ഇൻ ഇന്ത്യ ക്യാൻ അലൗ ടു വെയർ ദ കട ആൻഡ് ടർബൻ ഇൻസൈഡ് ദ ഗുരുദ്വാർ ടെമ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരുദ്വാർ എന്ന് പറയുന്ന സിഖുകാരുടെ ഒരു ഇമ്പോർട്ടന്റ് പുണ്യസ്ഥലമായി കരുതപ്പെടുന്നു. അപ്പോൾ ആ ഒരു പുണ്യസ്ഥലത്തിന്റെ ഉള്ളിൽ സിഖുകാർക്ക് അതായത് സിഖുകാരെ കണ്ടറിയാം കയ്യിൽ ഒരു വള പോലെ ഉണ്ടാവും, ഒരു കാപ്പ് പോലെ.
അപ്പോൾ അതും അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റിയായി കരുതപ്പെടുന്ന ടർബൻ എന്ന് പറയുന്ന ആ തലയെക്കെട്ടും ധരിച്ചുകൊണ്ട് ആ ഉള്ളിലോട്ട്, അതായത് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പെർമിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് അതായത് ഇന്ത്യനെ പിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന ആവശ്യപ്പെടുന്ന ഗുർബത്വാൻ സിംഗ് എന്ന് പറയുന്ന അവന്റെയും ആവശ്യം. അതായത് ഈ ഖാലിസ്ഥാനിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ ട്രീറ്റ് ചെയ്യുന്ന പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സിഖ് ഫോർ ജസ്റ്റിസ് എന്നൊരു കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഇന്ത്യക്കെതിരെ തന്നെ അതായത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അത് ബാൻ ചെയ്തതുമാണ്. അപ്പോൾ അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ന്യൂസ് ചാനൽ എടുത്തു നോക്കുക. അതായത് 1947 തൊട്ട് 2024 വരെ ഏതെങ്കിലും ന്യൂസ് പേപ്പർ എടുത്തു നോക്കിയൊക്കെ, അതായത് സിഖുകാർക്കെതിരെ ഇന്ത്യയിൽ അതായത് ടർബൻ അണിയാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കട ധരിക്കാൻ പാടില്ല, ഇങ്ങനെ ഈ ഗുരുദ്വാര എന്ന് പറയുന്ന ഇവിടെ പോകുന്നതിൽ എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻസും ഇതുവരെ, അതായത് കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതായത് ഒരു സിഖുകാരൻ്റെ അടുത്ത് ഇനി ഒരിക്കലും ഈ ടർബൻ വെയർ ചെയ്യരുത് എന്ന് ഒരാൾ പോലും, അതായത് ഇപ്പോൾ മിലിറ്ററിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, പോലീസിലുള്ള ആൾക്കാർക്ക് പോലും ആ ഒരു പെർമിഷൻ ഉണ്ട്. ഈവൻ എയർപോർട്ടിൽ പോലും അവരുടെ അതായത് ടർബൻ കംപ്ലീറ്റ് ആയിട്ടും അഴിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള പെർമിഷൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് വേണമെന്ന് വെച്ച് ഈ സിഖുകാർക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഇന്ത്യനെ പിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹോം മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ടാർഗറ്റ് ചെയ്ത് പറയുകയും സിഖുകാർ തന്നെ ഇത് കാര്യം, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് സിഖുകാർക്കെതിരെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, 1984 അതായത് ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം 3000 അതായത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ കേസ് കോടതിയിലുണ്ട്. അതായത് ജഗദീഷ് ടൈറ്റ്ലർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ആ ഒരു പ്രക്ഷോഭത്തിന് കാരണമായി ഉണ്ടായിരുന്നത്. ഏകദേശം 3000 സിഖ് ആൾക്കാരെ അന്ന് കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ സിഖുകാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ടർബൻ അഴിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായി. കാരണം സിഖുകാരാന്ന് പറഞ്ഞാൽ അന്ന് കൊന്നുകളയുന്ന ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിനെ കൊന്നത് സിഖുകാരാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇങ്ങനെ അറ്റാക്ക് ചെയ്തേമുണ്ട്. അപ്പോൾ ഇതേ കോൺഗ്രസ് തന്നെയാണ് അവരെ അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് ഇതേ കോൺഗ്രസിലുള്ള ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2024 ഇലക്ഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ എടുത്തു നോക്കി അറിയാം. അത് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്നൊക്കെ, അതായത് റിസർവേഷൻ വേണം. അതുപോലെ തന്നെ റിസർവേഷനെ കുറിച്ച് കൂടുതലും ഫോക്കസ് ചെയ്ത് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയിൽ പോയി രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതായത് ഇന്ത്യ ഒരു ഫെയർ സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ റിസർവേഷൻ എടുത്തു കളയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക, അതായത് ഇന്ത്യയിൽ നിങ്ങൾ റിസർവേഷൻ വേണമെന്ന് പറയുന്നു, പുറം രാജ്യത്ത് പോകുമ്പോൾ അത് റിസർവേഷൻ എടുത്തു കളയുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് സ്റ്റാൻഡിലാണ് ഉള്ളത്? അതായത് റിസർവേഷനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി മാത്രമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇന്ത്യയിലോട്ട് പല ഓപ്പോസിഷൻ ലീഡർ, അതായത് പല രാജ്യത്തുള്ള പല നേതാക്കളും വരുന്നതാണ്. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പലരും അങ്ങോട്ടും പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം തന്നെ ഒരു വട്ടം പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതായത് പുറം രാജ്യത്ത് നിന്ന് വേറൊരാൾ വന്ന് അവരുടെ രാജ്യത്തിന് കുറ്റം പറഞ്ഞിട്ട് പോകുന്നത്? അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് രാഹുൽ ഗാന്ധിക്ക് എന്ത് ന്യായമാണോ ഉള്ളത്? അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യും? അതായത് ഇന്ത്യക്കുള്ളിൽ പറയുന്നത് ശരിയാണ്, അതായത് ഇന്ത്യക്കുള്ളിൽ എല്ലാവരും ചോദ്യം ചെയ്യണം, അതായത് BJP ചോദ്യം ചെയ്യണം. അതായത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്, അല്ലാണ്ട് ഇന്ത്യനെ അത് കംപ്ലീറ്റ് ആയിട്ടും എഴുതി വെക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമൊന്നുമില്ല. അതായത് BJP ചോദ്യം ചെയ്യണം, കോൺഗ്രസിനെ ചോദ്യം ചെയ്യണം, അങ്ങനെ ഇന്ത്യയിലുള്ള ഓരോ സംവിധാനത്തിനെതിരെയും ചോദ്യം ചെയ്യാം. പക്ഷെ അതെല്ലാം തന്നെ ഇന്ത്യന്റെ ഉള്ളിൽ, പുറത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ അവിടെ പോയിട്ട് നമുക്കെതിരെ തന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് മലന്ന് കിടന്ന് തുപ്പുന്ന പോലെയല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്.